കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും വികസനം കൊണ്ടുവരികയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDAയ്ക്കും BJPയ്ക്കും അധികാരം നൽകിയാൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഡബിൾ എഞ്ചിൻ ഭരണം കാഴ്ചവെക്കും. കോതമംഗലത്ത് നടന്ന ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ളതായാണ് BJP കാണുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കേണ്ടവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും മാറി മാറി ഭരിക്കുന്ന LDFും UDFും ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. BJPയ്ക്കും NDAയ്ക്കും അധികാരം നൽകിയാൽ ഇവിടെ ഡബിൾ എഞ്ചിൻ ഭരണം കൊണ്ടുവരാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പ്രയോജനം നാട്ടിൽ ലഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 30 കൊല്ലം ലോക്കൽ ബോഡി എവിടെ നോക്കിയാലും കോതമംഗലം അടക്കം ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും മുമ്പോട്ട് ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരാനാണ് വികസിത കോതമംഗലം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. വികസിത കൊച്ചി എന്ന വികസിത എറണാകുളം കാഴ്ചപ്പാട്. വികസനം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനം. അത് എന്തുകൊണ്ട് BJPക്ക് കഴിയും? BJPക്ക് കഴിയും കാരണം 11 കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ചു തന്നാണ്. എത്രയോ സംസ്ഥാനത്തിൽ ഞങ്ങൾ കാണിച്ചു തന്നാണ്. പിന്നെ ഭരിക്കാൻ ഒരു അവസരം ഇവിടെ തന്നാൽ, BJP NDAയ്ക്ക് ഭരിക്കാൻ അവസരം തന്നാൽ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നരേന്ദ്രമോദിജീൻ്റെ ഒപ്പം പ്രവർത്തിച്ച് നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൻ്റെ ഒപ്പം 100% സെൻട്രൽ ഗവൺമെൻറ് സ്കീം ഞങ്ങൾ നടപ്പിലാക്കി തരും. അപ്പോൾ ഇതാണ് മാറ്റം. ഈ മാറ്റമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗമാണ് കോതമംഗലത്ത് നടന്നത്. പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, A നാഗേഷ്, ഡോക്ടർ ലിസി ജോസ്, ET നടരാജൻ, അഡ്വക്കേറ്റ് സൂരജ് ജോൺ, അരുൺ P മോഹൻ, സിന്ധു പ്രവീൺ, L പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.